ഹായ് എവ്രി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിനെ പറ്റിയിട്ടാണ്. ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ? പലർക്കും അതറിയില്ല. അതായത് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ, നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ തന്നെയും നമുക്ക് ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വേറെ എവിടെയും പോവാതെ അതിനെ വളരെ പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വെക്കാൻ പറ്റിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറയാണ്. എക്സലിൽ ഒരു ക്യാമറയുണ്ട്, അത് ആർക്കൊക്കെ അറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അറിയേണ്ടത് എങ്ങനെയാണ് നമുക്ക് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലേക്ക് ഒന്ന് വരിക. ദെൻ കസ്റ്റമൈസ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്നുള്ളത് എടുക്കുക. അതായത് ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴേക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നതായിരിക്കും അല്ലേ? അതിൽ നമ്മൾ മോർ കമാൻഡ്സ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിതാ ഇങ്ങനെയുള്ളൊരു വിൻഡോ കിട്ടുന്നതായിരിക്കും. അതിൽ നമ്മൾ ഓൾ കമാൻഡ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ക്യാമറ CAM എന്നടിക്കുമ്പോൾ തന്നെ വരുന്നതായിരിക്കും. അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ആഡ് എന്നുള്ള ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ഈ ഒരു ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലേക്ക് ക്യാമറ കൂടി അല്ലേ, ഒരു പുതിയ ഗസ്റ്റ് കൂടി വന്നിട്ടുണ്ട് ക്യാമറ. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇതാണ് നമ്മുടെ മെയിൻ ഷീറ്റ് എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ ഐറ്റം, ക്വാണ്ടിറ്റി, പ്രൈസ്, ടോട്ടൽ ഇങ്ങനെയുള്ള 4 കാര്യങ്ങളാണ് ഉള്ളത് അല്ലേ? എനിക്ക് അടുത്ത ഷീറ്റിലേക്കായിട്ട് ഐറ്റവും പ്രൈസും മാത്രം മതിയെന്ന് വിചാരിക്കുക. എപ്പോഴൊക്കെ ഈ മെയിൻ ഷീറ്റിൽ ഞാൻ എന്തെങ്കിലും ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്നോ അപ്പോഴൊക്കെ തന്നെയും എനിക്ക് മറ്റേ ഷീറ്റിലും അപ്ഡേറ്റഡ് ആവണം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു ഷീറ്റ് കൂടി ആഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഷീറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട കോളം, അതായത് ഫസ്റ്റ് ഐറ്റത്തിൻ്റെ കോളാണ്, അതൊന്ന് സെലക്ട് ചെയ്യുക. കംപ്ലീറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ക്യാമറ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ഈ ഷീറ്റ് 2ലേക്ക് വരിക. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ട, അപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു സംഭവം അല്ലേ, നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റത്തിൻ്റെ ലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടും വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഡ്രാഗ് ചെയ്ത് നമുക്ക് എവിടെ വേണമെങ്കിലും എടുത്തു കൊണ്ടുപോയി ഇടാവുന്നതാണ്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പ്രൈസിൻ്റെ ലിസ്റ്റാണ് അല്ലേ, പ്രൈസിൻ്റെ കോളമാണ്. അതുകൂടി ഒന്ന് ഇതേപോലെ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഷീറ്റ് 2ൽ വന്നിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഐറ്റത്തിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയി ഇതിനെ പ്ലേസ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നോക്കിക്കോളാം, ഞാനിവിടെ സൺഗ്ലാസിൻ്റെ പ്രൈസ് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. 100 ആക്കിയിട്ടുണ്ട്. ദെൻ ഷീറ്റ് 2ൽ വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയിട്ടുണ്ട്, 100 ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എത്ര കോളം വേണമെന്നുണ്ടെങ്കിലും മെയിൻ ഷീറ്റിൽ നിന്നും സെലക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് തന്നെ അത് അപ്ഡേറ്റഡ് ആവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി ടെക്നിക്കാണ്. അതായത് നമുക്ക് വലിയൊരു ഡാറ്റയൊക്കെ എൻ്റർ ചെയ്യേണ്ട സമയത്ത്, അതായത് ഇപ്പോൾ ഈ ഒരു വർക്ക് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം വലിയ ഡാറ്റയാണ് അല്ലേ? അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കോളത്തിലുള്ള ഡാറ്റ അപ്ഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൽ കുറച്ചുകൂടി ഡാറ്റ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? വളരെ ശ്രദ്ധിച്ചിട്ട് വേണം, ഇന്ന കോളം തന്നെയല്ലേ, ഇന്ന റോയിലേക്ക് തന്നെയല്ലേ ഞാൻ ഡാറ്റ ആഡ് ചെയ്യുന്നത് എന്നൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ അല്ലേ? അല്ലെങ്കിൽ നമ്മൾ വേറെ കോളം മാറിപ്പോവാം, വേറെ റോയിലേക്കായി പോവാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം. അപ്പോൾ അതില്ലാതാക്കാൻ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഡാറ്റ എൻട്രി ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഡാറ്റ എൻട്രിക്കാർക്കൊക്കെ തന്നെയും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അതായത് നമ്മളൊരു ഡാറ്റ ഫോം ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിനെ കസ്റ്റമൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇതിൽ ഓൾ കമാൻഡ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മളിവിടെ ഫോം എന്നുള്ളതാണ് സെർച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതാ നമ്മുടെ ഫോം ഇവിടെ വന്നിട്ടുണ്ട്, അത് സെലക്ട് ചെയ്യുക. ദെൻ ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ടൂൾ ബാറിലേക്ക് നിങ്ങൾക്ക് കാണാം ഫോം എന്നുള്ള ഓപ്ഷൻ കൂടി ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ? ഇനി നമുക്കിതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി ഞാനിതാ ഈ ഫോം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാ ഇങ്ങനെയുള്ള ഒരു സ്മോൾ വിൻഡോ നമുക്ക് വരുന്നതായിരിക്കും അല്ലേ? ഇതിൽ എന്താണ് സംഭവം? ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു സൈഡിലേക്ക്, അതായത് ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളം ഹെഡേഴ്സ് ഒക്കെ തന്നെയും അവിടെ വന്നിട്ടുണ്ട്. പ്രോഡക്റ്റ് ഉണ്ട്, കാറ്റഗറി ഉണ്ട്, എമൗണ്ട്, ഡേറ്റ്, കൺട്രി, അതേപോലെ തന്നെ ഓർഡർ ID വന്നിട്ടുണ്ട് അല്ലേ? ഇനി നമ്മൾ റൈറ്റ് സൈഡിലുള്ള ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഫൈൻ പ്രീവിയസും ഫൈൻ നെക്സ്റ്റും ആണ്. നമുക്ക് ആദ്യം ഇവിടെ ഫൈൻ നെക്സ്റ്റ് ഒന്ന് അടിച്ചു നോക്കാം അല്ലേ? അതാ അടുത്ത ഓപ്ഷനായിട്ടുള്ള ആപ്പിൾ തന്നെയാണ്, അത് വന്നിട്ടുണ്ട്. വീണ്ടും നമ്മൾ നെക്സ്റ്റ് അടിക്കുമ്പോൾ ബനാന വന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് ഈ ഒരു നമ്മുടെ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ അറിയാം വളരെ കറക്റ്റായിട്ട് തന്നെയാണ് നമുക്കിവിടെ ഡാറ്റ ഡിസ്പ്ലേ ചെയ്യപ്പെടുന്നത്. ഇനി അതേപോലെ തന്നെ പ്രീവിയസ് അടിക്കുകയാണെങ്കിൽ തൊട്ട് മുന്നേ ഉള്ള ഡാറ്റയാണ് വരിക. ഓക്കെ,
അപ്പോൾ അത്രയാണ് നമ്മൾ ഫൈൻഡ് നെക്സ്റ്റിനെ പറ്റിയിട്ടും പ്രീവിയസിനെ പറ്റിയിട്ടും അറിയാനുള്ളത്. അടുത്തായിട്ട് നമുക്ക് ക്രൈറ്റീരിയ എന്നുള്ള ഓപ്ഷൻ പരിചയപ്പെടാം. നമുക്കിപ്പം വളരെ പെട്ടെന്ന് വളരെ ക്വിക്കായിട്ട് നമുക്കിതിലൊരു ഡാറ്റ അതിൻ്റെ ഡീറ്റെയിൽസ് കാണണമെന്നിരിക്കട്ടെ. അതായത് നമുക്കിവിടെയുള്ളത് സീരിയൽ നമ്പർ ഉണ്ടെങ്കിൽ സീരിയൽ നമ്പർ കൊടുക്കാം. നമുക്കിവിടെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത് ഓർഡർ ഐ ഡി ആണ് അല്ലേ. ഞാനിവിടെ 7G എന്നുള്ള ഒരു ഓർഡർ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ അതിനുശേഷം ഫൈൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ 7Gയുടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്, കണ്ടല്ലോ. അങ്ങനെ നമുക്ക് വളരെ ക്വിക്കായിട്ട് ഏതെങ്കിലും ഒരു കാര്യം ഏത് ക്രൈറ്റീരിയ വെച്ചിട്ട് വേണമെങ്കിലും നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. ഏതെങ്കിലും ഒരു കാര്യം നമുക്കങ്ങനെ സെർച്ച് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ അതിൻ്റെ കംപ്ലീറ്റ് ഡാറ്റയും വരുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് സപ്പോസ് ഈ ഒരു 7G എന്നുള്ള സംഭവം ഡിലീറ്റ് ചെയ്യണമെന്നിരിക്കട്ടെ, ഇതാ ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ വളരെ ക്വിക്കായിട്ട് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫൈൻഡ് നെക്സ്റ്റ് കണ്ടു, പ്രീവിയസ് കണ്ടു, ക്രൈറ്റീരിയ കണ്ടു, ഡിലീറ്റ് എന്നുള്ള ഓപ്ഷനും കണ്ടു. ഇനി നമ്മൾ പഠിക്കാനുള്ളത് എങ്ങനെ ഇതിൽ ഡാറ്റ എൻ്റർ ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ന്യൂ എന്നുള്ള ബട്ടണാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ബ്ലാങ്ക് ആയിട്ടാണ് നമുക്ക് വരുന്നത് അല്ലേ. ലാസ്റ്റ് ഡാറ്റ മാംഗോ ആണ്. അത് കഴിഞ്ഞിട്ട് എന്ത് എൻ്റർ ചെയ്യണം എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബനാനയാണ് എൻ്റർ ചെയ്യുന്നത്. ദെൻ നമ്മൾ ബാക്കിയെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രസ് ചെയ്യേണ്ടത് കീബോർഡിലുള്ള എൻ്റർ കീ ആണ്. എൻ്റർ കീ പ്രസ് ചെയ്തപ്പോൾ കണ്ടോ നമ്മുടെ ഡാറ്റ കംപ്ലീറ്റ് ആയിട്ടും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ ക്വിക്കായിട്ട് തന്നെ ഡാറ്റ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഡാറ്റ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് സ്പീക്ക് സെൽസ് എന്നുള്ള ഒരു അടിപൊളി ടെക്നിക്കാണ്. അതായത് നമുക്ക് പലപ്പോഴും നമ്മൾ വലിയ ഡാറ്റയൊക്കെ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് കറക്റ്റ് ആണോ എന്നുള്ളത് റീചെക്ക് ചെയ്യേണ്ടി വരാറുണ്ടല്ലേ. അപ്പോൾ അതെങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിനെ കസ്റ്റമൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ സെർച്ച് ചെയ്യേണ്ട സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീക്ക് സെൽസ് എന്നുള്ളതാണ്. ഇതാ വന്നിട്ടുണ്ട്. അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ടൂൾ ബാറിലേക്ക് സ്പീക്ക് സെൽസ് എന്നുള്ള ഓപ്ഷൻ കൂടി ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇനി നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ഡാറ്റ റീഡ് ചെയ്യേണ്ടത് അതൊന്ന്, അതായത് ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് താഴേക്കാണ്. അതായത് ഷൂസ് മുതൽ സോക്സ് വരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഐറ്റം മുതൽ സോക്സ് വരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളാം എങ്ങനെയാണ് ഇയാൾ നമുക്ക് വായിച്ചു തരുന്നതെന്ന്. Item: shoes, dresses, boots. വളരെ പെട്ടെന്ന് തന്നെ വളരെ കറക്റ്റായിട്ട് തന്നെ വായിച്ചു തരുന്നുണ്ട് അല്ലേ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇയാളെ കൊണ്ട് വായിപ്പിക്കാം. ചിലപ്പോൾ നമുക്ക് ഐറ്റവും ക്വാണ്ടിറ്റിയും ചെക്ക് ചെയ്യണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഐറ്റത്തിൻ്റെയും ക്വാണ്ടിറ്റിയുടെയും കോളം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. Shoes 478, dresses 547, boots 363. ഓരോ ഐറ്റം വായിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റി കൂടി വായിച്ചിട്ടാണ് നമ്മുടെ ഈ കമ്പാനിയൻ പോകുന്നത് അല്ലേ. ഇനി നമുക്ക് ഹൊറിസോണ്ടലി ആണ് റീഡ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഹൊറിസോണ്ടലി നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. 478, 249, 119,022. അപ്പോൾ ഇനി നമ്മുടെ ഡാറ്റ റീചെക്ക് ചെയ്യേണ്ട സമയത്ത് നമുക്ക് വായിച്ചു തരാൻ വേറെ ആളെ വിളിക്കേണ്ട ആവശ്യമില്ല അല്ലേ. അടുത്തായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ബോണസ് ടിപ്പാണ്. എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ പലപ്പോഴും ഒരു വലിയ ഡാറ്റയൊക്കെ നമുക്ക് എൻ്റർ ചെയ്യേണ്ട സമയത്ത് ടൈപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ വായിച്ചു തരാനോ ഒരാളുണ്ടായിരുന്നെങ്കിൽ നല്ല സുഖമായിരുന്നു എന്ന് വിചാരിക്കാറുണ്ട് അല്ലേ. എന്നാൽ നമുക്ക് എക്സലിൽ തന്നെ അങ്ങനെ ഒരു കമ്പാനിയൻ ഉണ്ട്. അതായത് നമ്മൾ റീഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, എക്സൽ നമുക്ക് ടൈപ്പ് ചെയ്ത് തരും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ കീബോർഡിൽ വിൻഡോസ് കീയും എച്ചും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്കിതാ ഇങ്ങനെയുള്ള ഒരു സ്മോൾ വിൻഡോ വരുന്നതായിരിക്കും. ഇനി ഇതിലെ റെക്കോർഡ് എന്നുള്ള ഈ സംഭവം, അതായത് ഈ മൈക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണോ അത് നമ്മൾ വായിച്ചു കൊടുക്കുക. എക്സൽ നമുക്ക് ടൈപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. ഷൂസ് 5 200. അങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ടൈപ്പ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അടുത്ത സെല്ലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് കീ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.